എന്തൊക്കെയായാലും നമുക്ക് വിധിയെ തടുക്കാനൊന്നും പറ്റൂലല്ലോ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു ബേബി ആണെങ്കിൽ ബെല്ല റിജക്ട് ചെയ്ത് വെച്ചേക്കുന്നു. ബാക്കി 5 കുഞ്ഞുങ്ങളും നല്ല ഹെൽത്തി ആയിട്ട് ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾ മാത്രം അവരിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു. ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിൽ ഭയങ്കര മോശം. ഞാൻ ബെല്ലയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് തന്നെ പാല് കൊടുത്ത് നോക്കാൻ നോക്കി. പക്ഷെ അതിന് പാല് കുടിക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല. ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ ഓരോ 2 മണിക്കൂർ കഴിയുന്ന സമയത്തും കുട്ടികൾക്ക് കുറച്ചായിട്ട് പാല് കൊടുക്കണം എന്നാണ് അതിൽ കണ്ടത്. രാത്രിയിലെ ഉറക്കമൊക്കെ കളഞ്ഞ് ഓരോ 2 മണിക്കൂർ വിട്ടിട്ടും അലാറം സെറ്റ് ചെയ്തു. എന്റെ കയ്യിൽ നിന്നുള്ള മാക്സിമം എഫോർട്ട് ഇട്ടിട്ട് അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് തോന്നി. അറിയാവുന്ന കുറെ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു. പക്ഷെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാറ്റ് ആയാലും ഡോഗ് ആയാലും കുട്ടികളെ റിജക്ട് ചെയ്യുന്ന സ്വാഭാവികമാണെന്ന്. ബാക്കിയുള്ള കുട്ടികളിൽ നിന്ന് വീക്കായിട്ടുള്ള കുട്ടിയെ അമ്മ റിജക്ട് ചെയ്യും. മേ ബി അതെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായോണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാവും. ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ സമയത്ത് ശരിക്കും തോന്നിപ്പോയി പൂച്ചയെ വളർത്തേ വേണ്ടായിരുന്നു. കയ്യിൽ കിടന്നുകൊണ്ട് അതിന്റെ ജീവൻ പോയത് ഇപ്പോഴും മനസ്സിന്ന് പോയിട്ടില്ല. എന്തെന്നെയായാലും പടച്ചോന്റെ തീരുമാനങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു നോക്കി. പക്ഷെ വിധി അവക്കേത്